ഹായ് കൂട്ടുകാരെ, നമുക്ക് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പോയിന്റുകളും SCRT പോയിന്റ്സും നോക്കാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകനാണ്. 1950 ജനുവരി 25 നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹി തിലക് മാർഗാണ്. ആസ്ഥാനം കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 130 സുപ്രീം കോടതിയുടെ ആസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന 130 ആസ്ഥാനം ന്യൂഡൽഹിയിലാണെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണോ സിറ്റിംഗ് നടത്താം. ആപ്തവാക്യം ധർമ്മ സ്ഥതോജയ ആർട്ടിക്കിൾ 124 പ്രകാരം സുപ്രീം കോടതി നിലവിൽ വന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്ന പാർലമെന്റാണ്. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതി ജഡ്ജി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് മുന്നിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പം രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഇല്ലെങ്കിൽ അവരുടെ ചുമതല ആര് വഹിക്കുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വഹിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സാണ്. ജഡ്ജിയുടെ കാലാവധി 65 വയസ്സാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധി 62 വയസ്സാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളം ആനുകൂല്യങ്ങളൊക്കെ വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സുപ്രീം കോടതി ജഡ്ജിയുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വകയിരുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രസ്താവിക്കുന്നത് ആർട്ടിക്കിൾ 129. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 129. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 143. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 143. 143 പ്രകാരം പ്രസിഡൻഷ്യൽ കോൺഫറൻസിൽ വാദം കേൾക്കാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5. അതായത് സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ഉപദേശം ചോദിക്കുമ്പോൾ അത് കേൾക്കാൻ, ആ ഉപദേശം കേൾക്കാൻ അല്ലെങ്കിൽ ആ കോൺഫറൻസിൽ വാദം കേൾക്കാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിയുടെ എണ്ണമാണ് 5. 5 പേരിൽ എങ്കിലും കുറഞ്ഞത് ആ പ്രസിഡൻഷ്യൽ കോൺഫറൻസിൽ ഉണ്ടായിരിക്കണമെന്ന് 143 പറയുന്നുണ്ട്. അടുത്തത് ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാൻ. സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ ഒരു കൊളീജിയമുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിയെ തിരഞ്ഞെടുക്കാൻ എന്തുണ്ട്? ഒരു കൊളീജിയമുണ്ട്. ഈ കൊളീജിയത്തിൽ 5 അംഗങ്ങളാണുള്ളത്. ഒരു അംഗം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. മറ്റ് 4 പേര് സീനിയർ ജഡ്ജിമാരുമാണ്. അപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരും അടങ്ങുന്ന 5 അംഗമാണ് ഈ കൊളീജിയയിലുള്ളത്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെൻറ്റ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് ആശയം കടമെടുത്തു. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 124 സബ്സെക്ഷൻ 4. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 124 സബ്സെക്ഷൻ 4. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമം എന്താണ്? ഒന്നെന്ന് പറയുന്നത് ലോക്സഭയിലെ 100 അംഗങ്ങളും രാജ്യസഭയുടെ 50 അംഗങ്ങളും ഒപ്പിട്ട പ്രമേയം സ്പീക്കർക്കോ ചെയർമാനോ സമർപ്പിക്കണം. ലോക്സഭയിലെ 100 അംഗങ്ങളും രാജ്യസഭയിലെ 50 അംഗങ്ങളും ഒപ്പിട്ട പ്രമേയം സ്പീക്കർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം? ചെയർമാനോ സമർപ്പിക്കണമെന്നാണ്. ഇതാണ് ഇംപീച്ച്മെൻറ്റിൻ്റെ ഫസ്റ്റ് നടപടിക്രമം എന്ന് പറയുന്നത്. ഈ പ്രമേയം സ്പീക്കറോ ചെയർമാനോ സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിരാകരിക്കാം. ഒന്നുകിൽ ഇത് സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്പീക്കർക്കോ ചെയർമാനോ ഇത് ഉപേക്ഷിക്കാം. ഉപേക്ഷിച്ചാൽ ആ പ്രവൃത്തി അവിടെ വെച്ച് തന്നെ നിൽക്കുന്നു. എന്നാൽ ഇവർ ഈ പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ സമിതിയെ നിയമിക്കും. ഈ 3 അംഗ സമിതി പറയുകയാണ്, ഈ ജഡ്ജി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? പാർലമെൻറ്റ് ഈ പ്രമേയത്തെ പാസ്സാക്കണം.
പ്രമേയം അംഗീകരിക്കണം. എന്നിട്ട് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കണം. എന്നിട്ട് ആ ഉത്തരവ് പ്രസിഡൻറ്റിന് കൊടുക്കണം. പ്രസിഡൻറ്റിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? രാഷ്ട്രപതി ആ ഉത്തരവിൽ ഒപ്പുവയ്ക്കണം. ഇതുവരെ ആരും ഇംപീച്ച്മെൻറ്റ് ചെയ്ത് പുറത്താക്കപ്പെട്ടിട്ടില്ല. ഒരു ജഡ്ജിയും ഇംപീച്ച്മെൻറ്റിലൂടെ എന്ത് ചെയ്തിട്ടില്ല? പുറത്താക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് വി രാമസ്വാമി. അപ്പോൾ ഇതുവരെ ആരും ഇംപീച്ച്മെൻറ്റ് ചെയ്ത് ഒരു ജഡ്ജിയും പുറത്തായിട്ടില്ല. പക്ഷേ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് വി രാമസ്വാമി. സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 124 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയമോ അല്ലെങ്കിൽ അഭിഭാഷകനായിട്ട് ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷത്തെ പരിചയമോ ഉണ്ടായിരിക്കണം. 3. പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. പ്രസിഡന്റ് പറയുകയാണ് അയാൾ നിയമജ്ഞനായൊരു പ്രഗത്ഭനായൊരു നിയമജ്ഞനായിരിക്കണം എങ്കിൽ ഇവർ 3 പേരാണ് എന്താകാനുള്ള യോഗ്യത? ജഡ്ജി ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഫസ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് H.J. കനിയ. ഏറ്റവും കൂടുതൽ കാലം Y.V. ചന്ദ്രചൂഡ്. കുറച്ചു കാലം കമൽ നരൈൻ സിംഗ്. കുറച്ചു കാലം ചീഫ് ജസ്റ്റിസായിട്ടിരുന്ന ആളാണ് കമൽ നരൈൻ സിംഗ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ മലയാളിയും ദളിത് വ്യക്തിയുമാണ് K.G. ബാലകൃഷ്ണൻ. K.G. ബാലകൃഷ്ണൻ ആദ്യത്തെ മലയാളിയുമാണ്, ആദ്യ ദളിത് വ്യക്തിയുമാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P. ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P. ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ 52ാമത്തെ ആളാണ് B.R. ഗവായി. നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? B.R. ഗവായി. സുപ്രീം കോടതിയുടെ അധികാരപരിധി, ഇത് SCRT പോയിൻ്റാണ്. 1. തനതധികാരം, അതായത് ആർട്ടിക്കിൾ 131 തനതധികാരത്തെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് തനതധികാരത്തിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, ഒരു സംസ്ഥാനവും ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളും തമ്മിലുള്ള തർക്കം. ഇതൊക്കെ പരിഹരിക്കാൻ ആർക്കാണ് അധികാരം? സുപ്രീം കോടതിക്ക് മാത്രമേ പറ്റൂ. ഇതിനെയാണ് തനതധികാരം എന്ന് പറയുന്നത്. 2. അപ്പീൽ അധികാരം. ആർട്ടിക്കിൾ 132 അപ്പീൽ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത കോടതി ആയതുകൊണ്ട് ഇന്ത്യയിലെ ഏത് കോടതി വിധിക്കുന്ന വിധിയിന്മേലും അപ്പീൽ സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏത് കീഴ്ക്കോടതിയുടെ വിധിയിന്മേലും അപ്പീൽ സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. 3ാമത്തെ അധികാരമാണ് ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. രാഷ്ട്രപതിയുടെ ഏത് വിഷയത്തെ സംബന്ധിച്ചും, രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏത് വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. അടുത്തതാണ് റിട്ട് അധികാരം. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ ആർക്കെങ്കിലും ലംഘിക്കപ്പെടുമ്പോൾ അവ സംരക്ഷിക്കാനായി റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പോൾ റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? മൗലികാവകാശങ്ങൾ ലംഘിക്കുമ്പോൾ അവ സംരക്ഷിക്കാനായി റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതിനെയാണ് റിട്ട് അധികാരം എന്ന് പറയുന്നത്. നമ്മൾ 5 പ്രധാനപ്പെട്ട റിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻറ്റോ, സെർഷോററി, പ്രൊഹിബിഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിട്ടുകളെന്ന് പറയുന്നത്. ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്ക പരിഹാരം സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് വരുന്നതെന്ന്. ആ വരുന്നത് ഏതിലാണ്? തനതധികാരത്തിലാണ് വരുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിന്നാൽ അത് പരിഹരിക്കാനുള്ളത് സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നു? അതിനുള്ള ആൻസർ ആയിരുന്നു തനതധികാരം. ഓപ്ഷനിൽ അപ്പീൽ അധികാരവും അതുപോലെ തന്നെ ഉപദേശക അധികാരവും ഭരണഘടനാപരമായ അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻസർ തനതധികാരമാണ്. ഇത് SCRT പോയിൻ്റാണ്. ഇത് നല്ല പോലെ പഠിക്കണം. പിന്നെ ഇനി 5 തനതധികാരമാണ് ആർക്കുള്ളത്? സുപ്രീം കോടതിക്കുള്ളത്. അപ്പോൾ നമ്മൾ 4 പഠിച്ചു. അടുത്ത 5ാമത്തതാണ് പുനരവലോകന അധികാരം. സുപ്രീം കോടതിയുടെ 5ാമത്തെ അധികാരമാണ് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്.
അതായത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതൊരു നിയമമായിക്കോട്ടെ അത് എന്താണോ നമ്മുടെ ഭരണഘടനയ്ക്ക് യോജിച്ചതാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യുന്നു, ആ ഒരു നിയമത്തെ വിശകലനം ചെയ്യുക എന്നത് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട അധികാരമാണ്. അതുകൊണ്ടാണ് പുനരവലോകന അധികാരം എന്താണ് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട അധികാരമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുകൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്